അപ്പം മേളയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് സ്നാനം ചെയ്യുക, മഹാത്മാക്കളെ സന്യാസിമാരെ കണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. ഈ ഇതിൻ്റെ ഒരു ചെലവ് മറ്റ് കാര്യങ്ങൾ നടത്തപ്പെടുന്നത് ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ സർക്കാരുകളും ഇതുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയൊക്കെയാണ്, ഇതിനുള്ള ചെലവ് എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുക? ഈ മേള നടത്തുന്നത് ഒരു ഏകദേശം ഒരു 20,000 ഹെക്ടറോളം സ്ഥലം വരുന്ന ഒരു മണപ്പുറത്താണ്. മണപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ മണലല്ല, ഒരു പൂഴി മണ്ണ് എന്നുള്ള രീതിയിലാണ്, ഗംഗയുടെയും യമുനയുടെയും തീരത്തുള്ള ഒരു ഇതിലാണ്. അവിടെ ഒരു 20ഓളം സെക്ടറുകളാക്കി തിരിച്ച് ഒരു ടെൻറ്റ് സിറ്റി ഇതിനു വേണ്ടി നിർമ്മിക്കുകയാണ്. ഏകദേശം 200ഓളം കിലോമീറ്റർ റോഡുകൾ ഈ മണപ്പുറത്ത്, 10-20ഓളം വലിയ പാണ്ടൂൺ ബ്രിഡ്ജുകൾ എന്ന് പറയും, വലിയ ഇരുമ്പ് ഗോളങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന പാലങ്ങൾ, അതിൻ്റെ മീതെ റെയിലൊക്കെ വെച്ചുകൊണ്ടുള്ള പാലങ്ങൾ, പിന്നെ ഓരോ സെക്ടറുകളിലും റേഷൻ കട, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, റവന്യൂ ഓഫീസ്, ഇങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സിറ്റി തന്നെ, ടെൻറ്റ് സിറ്റി പണിതുണ്ടാക്കുകയാണ്.